ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. കാളകണ്ഠസുതേ ദേവി കാളമേഘസമപ്രഭേ കാലദോഷഹരേ നിൻ തൃക്കാലത്തിൽ ചേർക്കമേ മനം. അമരീകബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാ തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീകുരുതേ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജന്മാദ്യസ്യ യതൊന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃദം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. സംപൂജ്യരായ സന്യാസിവര്യന്മാരെ, ഭാഗവത കുതികളായ പുണ്യാത്മാക്കളെ, അതിപവിത്രമായ ശ്രേഷ്ഠമായ ധന്യമായ ഈ പ്രവക്തൃപീഠം ഇന്ന് ഈ സമയത്ത് അലങ്കരിക്കേണ്ടിയിരുന്നത് ഒരു മഹായോഗിവര്യനായ സന്ദീപാനന്ദഗിരി, സംപൂജ്യ സ്വാമി സന്ദീപാനന്ദഗിരി മഹാരാജായിരുന്നു. അദ്ദേഹത്തിന് അനിവാര്യമായ കൃത്യാന്തരം വന്നുപെടുകയും അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തതുകൊണ്ട് ഭഗവാന്റെ ഒരു നിയോഗം പോലെ അദ്ദേഹം ഈ വേഷം എന്നെ കെട്ടിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, ആ മഹായോഗിവര്യൻ്റെ ഉത്തുംഗമായിട്ടുള്ള ഹിമവൽ ശൃംഗത്തിൽ നിന്നും കുത്തിയൊലിച്ച് പ്രവഹിച്ചു വരുന്ന ജ്ഞാനഗംഗയിൽ നീരാടി നിർവൃതി അടയാൻ കൊതിച്ചുകൊണ്ട് വന്നവരാണ് നിങ്ങളിൽ അധികം പേരും. പക്ഷേ അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത് എന്ന് പറയുന്ന പോലെ നമ്മൾ സങ്കല്പിക്കുന്നതൊന്നായിരിക്കും, ഭഗവാൻ നിശ്ചയിക്കുന്നത് മറ്റൊന്നായിരിക്കും എന്ന് പറഞ്ഞ ഒരു സുഭാഷിതം മാത്രമേ ഇതിനൊരു പ്രമാണമായിട്ട് എനിക്ക് പറയാനുള്ളൂ. വ്യാസഭഗവാൻ തന്നെ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പലപ്പോഴും ആ സരസ്വതി വരെ വാക്കുവരെ മുട്ടിപ്പോകുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം. ഭഗവാനെ പറ്റി എവിടെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ആള് അത്ഭുതം എന്നുള്ളൊരു വാക്ക് കൂട്ടിച്ചേർക്കും. ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞ് തം അദ്ഭുതം ബാലകം അംബുജേക്ഷണം എന്ന് പറഞ്ഞു. ഭഗവാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറയണെങ്കിൽ കൃഷ്ണേന എന്ന് പറഞ്ഞാൽ മതിയാവില്ല, കൃഷ്ണേന അത്ഭുത കർമ്മണ എന്ന് പറയും.
അതുപോലെ ഭഗവാന്റെ ഒരു അത്ഭുത ലീല, അത്രമാത്രമേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. ഭാഗവതത്തിൽ കൂടെ വ്യാസഹൃദയവും വ്യാസഹൃദയത്തിൽ കൂടെ കൃഷ്ണഹൃദയവും കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ വിദ്യാർത്ഥി എന്നതിൽ കവിഞ്ഞ ഒരു യോഗ്യതയും എനിക്ക് ഈ പ്രവക്തൃപീഠത്തിലിരുന്നുകൊണ്ട് ഒരു പ്രവചനം നടത്താൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്നിൽ ഏറ്റ നിയോഗം ഭഗവാന്റെ ഉൾപ്രേരണയോടുകൂടി ഭംഗിയായി നിർവഹിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഈദൃശങ്ങളായിട്ടുള്ള ഇതര സത്രങ്ങളെക്കാൾ വ്യത്യസ്തമാകുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ നാമധേയം സൂചിപ്പിക്കുന്ന പോലെ തന്നെ തത്വസമീക്ഷാ സത്രമാണിത്. തത്വങ്ങൾക്ക്, ഭാഗവത തത്വങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു ജ്ഞാന മഹോത്സവമാണ് ഇത്. ഈ 10ാമത്തെ സത്രം നടത്തുമ്പോഴും 10ാമത്തെ സത്രത്തിൽ അല്പം വ്യത്യാസം അഥവാ പരിഷ്കാരം വരുത്തിയ കാര്യങ്ങളിൽ ഒന്നായിരുന്നു, എല്ലാ വർഷവും കൃത്യമായി നടക്കുന്ന ഈ ഒരു ജ്ഞാനയജ്ഞം എന്തുകൊണ്ട് ഒരു വർഷം ഏതെങ്കിലും ഒരു പ്രത്യേക സ്കന്ധത്തിലെ അധ്യായങ്ങളെ കൂടുതൽ വിസ്തരിക്കുന്നതിനും അതിലെ കൂടുതൽ തത്വങ്ങളെ എടുത്തു പറയുന്നതിനും വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്നൊരു ചിന്ത വന്നു. അതനുസരിച്ച് ഈ 10ാമത്തെ സത്രത്തിലെ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും, 1ാമത്തെയും 2ാമത്തെയും സ്കന്ധങ്ങൾ എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ആണ് ഇവിടെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 1ാമത്തെ അധ്യായം, 1ാമത്തെ സ്കന്ധത്തിലെ 1, 2, 3 അധ്യായങ്ങൾ ആദ്യത്തെ പ്രവക്താവ് പറഞ്ഞു. 2ാമത്തെ പ്രവക്താവ് 3, 4, 5, 6 അധ്യായങ്ങളും പറഞ്ഞു. എന്നിൽ നിക്ഷിപ്ത ആയിട്ടുള്ളത് 7, 8, 9 എന്നുള്ള അധ്യായങ്ങൾ പറയാനാണ്. ഈ 7, 8, 9 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, ഒന്ന് കുന്തി സ്തുതിയും ഒന്ന് ഭീഷ്മസ്തുതിയും. ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കുന്തി സ്തുതി. അതിലേക്ക് നമ്മൾ സ്മരിക്കുന്നതിന് മുമ്പ്, കുറച്ച് മുമ്പേ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ സ്വാമിജി പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ വ്യാസനെ മറക്കരുത്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. എനിക്കത് വളരെ ഹൃദയസ്പർശിയായി തോന്നിയ വാചകമാണ്. വളരെ ശരിയാണ് താനും. വ്യാസഹൃദയം കാണാൻ ശ്രമിക്കാതെ കൃഷ്ണഹൃദയം കാണാൻ ആണ് നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ ശ്രമിക്കാറ്. അപ്പം എന്താ ഉണ്ടാവുക? കൃഷ്ണഹൃദയം കാണാൻ ശരിയാണ്, അത് നമ്മുടെ ആഗ്രഹമാവണം, ലക്ഷ്യമാവണം. പക്ഷെ കൃഷ്ണഹൃദയം പിടികിട്ടുന്ന ഒരു സാധനമല്ല. കൃഷ്ണഹൃദയം കാണാൻ നമുക്ക് ആഗ്രഹിക്കാം എന്നല്ലാതെ അത് പിടികിട്ടിയ ആരും ഇന്നേ വരെ ഇല്ല. അപ്പോൾ വ്യാസഹൃദയം നമുക്ക് കുറേ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃഷ്ണഹൃദയത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും വ്യാസഹൃദയമാണ് നമ്മൾ ആദ്യമായിട്ട് ലക്ഷ്യമിടേണ്ടത്. ഇവിടെ എൻ്റെ ഈ പ്രവചനവും മിക്കവാറും വ്യാസഹൃദയത്തിന് കൂടുതൽ തൂക്കം കൊടുത്തുകൊണ്ടതായിരിക്കും. നമ്മൾ ഭാഗവതത്തിനെ കുറിച്ച് എപ്പോഴും എല്ലാ ആചാര്യന്മാരും പറയുന്ന ഒരു കാര്യമാണ്, സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ. ഓരോ വരിയും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അതിന് മാധുര്യം തോന്നും. ഇന്ന് വായിച്ച വരി ഞാൻ നാളെ വായിച്ചാലോ, അപ്പം അതിലും മാധുര്യം തോന്നും. അത് വ്യാസഭഗവാന്റെ സരസ്വതിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ആ സ്വാദു സ്വാദു പദേ പദേ എന്നുള്ള അനുഭൂതി നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യാസഹൃദയം ആദ്യം കാണാൻ ശ്രമിക്കണം. വ്യാസഭഗവാന്റെ ഒരു അനന്യമായ ആഖ്യാന പാടവം എന്താണെന്ന് വെച്ചാൽ കഥകളി കൂടെ തത്വങ്ങൾ പറയലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞ് ആ ധർമ്മ അനുശാസനങ്ങളെ
വളരെ മനോഹരമായ കഥകളി കൂടെ ആഖ്യാനം ചെയ്യുന്ന ഒരു ശൈലിയാണ് വ്യാസഭഗവാൻ അവലംബിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്മൃതിയിലും ശ്രുതിയിലും ഒക്കെ പറഞ്ഞു, സത്യം വദ ധർമ്മം ചര. അതൊരു അനുശാസനമാണ്. നിങ്ങൾ സത്യം പറയാവൂ, നിങ്ങൾ ധർമ്മപഥത്തിൽ കൂടെ മാത്രമേ ചരിക്കാവൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞിട്ട് വ്യാസഭഗവാൻ നോക്കിയപ്പോൾ ആരും ആ വഴിക്കൊന്നും വരണില്ല. ഈ പറഞ്ഞത് ബാക്കി, കേട്ടതും ബാക്കി, കാര്യം നടക്കണില്ല. അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലത്തെ പ്രവക്താവ് പറഞ്ഞ് അവസാനിപ്പിച്ച രംഗം. അതാണ് വ്യാസഭഗവാന്റെ വിഷാദം. വ്യാസഭഗവാൻ ദുഃഖിതനായിട്ടിരിക്കണ കണ്ടിട്ടാണ് നാരദർ വരുന്നതും ആ നേരത്തെ പറഞ്ഞ വ്യാസനാരദ സംവാദത്തിൻ്റെ പശ്ചാത്തലവും ആ നാരദരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ വ്യാസഭഗവാന് ഉണർവ് വന്നതും അതിനുശേഷം ഭാഗവത രചനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന രംഗം. അപ്പം ഇങ്ങനെ കഥയെ കൂടി പറയുമ്പോൾ നമ്മൾ എന്ത് പറ്റും? അനുവാചകന് ഒരു അപകടം ചിലപ്പോൾ പറ്റാൻ സാധ്യതയുണ്ട്. അതെന്താണ്? ആ കഥയിലെ ഭംഗി കണ്ടിട്ട്, ആ കഥയുടെ ചമൽക്കാരം കണ്ടിട്ട്, ഒരു കഥ പറയുമ്പോൾ ആ കഥയ്ക്ക് വേണ്ട പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ട് അതിൽ അതിശയോക്തികളൊക്കെ ഉണ്ടാവും. അതിൽ കുടുങ്ങിപ്പോവും. പെട്ടെന്ന് ഈ ധർമ്മം നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനൊരു അബദ്ധം പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്തു? വ്യാസഭഗവാൻ ഈ സംശയം വ്യാസഭഗവാന് തോന്നിയിട്ട് പരീക്ഷത്തിനോട് എല്ലാം പറഞ്ഞു. പരീക്ഷത്തിന് മുക്തിയും വന്നു. ഈ ഭാഗവതം ഉപസംഹരിക്കുന്ന ഭാഗത്ത് എന്ത് പറഞ്ഞു? ഞാനീ പറഞ്ഞതൊക്കെ ഈ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം എന്ന് പറഞ്ഞു. ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ വചോ വിഭൂതിയാണ്. അതിൽ കുടുങ്ങിപ്പോകരുത്. അതിൻ്റെ ഉള്ളിലുള്ള പാരമാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു. അതെന്തുപോലെ? നമ്മളെ വീട്ടിൽ വളരെ മാധുര്യമുള്ളൊരു പാൽപ്പായസം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. പാൽപ്പായസത്തിലെ പ്രധാന കാര്യങ്ങൾ: ഒന്ന്, പാല് വേണം, പഞ്ചസാര വേണം, അരി വേവിച്ച് അതും വേണം. വളരെ സ്വാദിഷ്ടമായിട്ടുണ്ടാക്കി. പക്ഷേ ഇതൊരാൾക്ക്, ഒരു അതിഥിക്ക് കൊടുക്കണമെങ്കിൽ വച്ച പാത്രം അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതൊരു ഭംഗിയുള്ള പാത്രത്തിലെടുക്കും. ആ പാത്രത്തിലെടുത്തിട്ട് ഒരു സ്പൂണും കൊടുക്കും, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രം, ഒരു സ്പൂണും കൊടുത്തു. അപ്പോൾ അതിഥി അതിൽ നിന്ന് എടുത്ത് ഭംഗിയായിട്ട് കഴിക്കും. ആ സമയത്ത് ആ അതിഥി നോക്കിയപ്പോൾ ആ പാത്രത്തിന് നല്ല ഭംഗി. അപ്പോൾ ആളെന്ത് ചെയ്തു? പായസം കഴിക്കാൻ മറന്നു. അതിവിടെ വച്ചിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കിയിരിക്കുക. അതിന്മേൽ പൂക്കളുടെ പടമുണ്ട്, അതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ അതിങ്ങനെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കാര്യമുണ്ടോ? അത് കഴിക്കണം. എന്താ കാരണം? നമ്മുടെ ശരീരത്തിനുള്ള പോഷകം നൽകുന്നത് എന്താണ്? അതിലെ പാലാണ്, അതിലെ പഞ്ചസാരയാണ്, അതിലെ അരിയാണ്. ഇത് മൂന്നാണ് പോഷകം നൽകണത്. മറ്റത് ഇതിനെ നമ്മൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ഈ പാത്രമായാലും ശരി, സ്പൂണായാലും ശരി, ഈ ഉപകരണത്തിൽ ഭ്രമിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പാൽപ്പായസം കഴിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും ഭാഗവതം നമ്മൾ പഠിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴും അതിൻ്റെ തത്വത്തിലായിരിക്കണം നമ്മുടെ കണ്ണ്. അതാണ് അതിൻ്റെ ആദ്യമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മളുടെ ഇതിനു മുമ്പിൽ പ്രവക്താവ് പറഞ്ഞു നിർത്തിയ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് നിന്ന ഭാഗം എന്താണ്? ഈ വ്യാസനാരദ സംവാദത്തിൽ വ്യാസൻ വളരെ വിഷാദത്തോടു കൂടി ഇരിക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ ഇത്രയധികം പറഞ്ഞ കാര്യങ്ങളൊന്നും, ആ കമ്മ്യൂണിക്കേഷനൊന്നും ഇഫക്റ്റീവായില്ല. അതുകൊണ്ടൊന്നും വ്യാസഭഗവാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. എന്താ, എൻ്റെ പ്രവൃത്തി മുഴുവനും നിഷ്ഫലമായിപ്പോയോ എന്നുള്ള ദുഃഖത്തിലിരിക്കുന്ന വ്യാസഭഗവാനെ നാരദർ കാണുകയും ആ നാരദർ ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ആ നാരദർക്ക് ബ്രഹ്മാവ്, തൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത ഭാഗവതം, ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ബ്രഹ്മാവിനെ ഈ ഭാഗവതം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ചതുശ്ലോകി ഭാഗവതം. ബ്രഹ്മാവ് അത് നാരദർക്ക് പറഞ്ഞു കൊടുത്തു. നാരദരെന്ത് ചെയ്തു? അത് ഈ വ്യാസഭഗവാന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് വ്യാസഭഗവാൻ ഈ ഭാഗവത രചനയ്ക്ക് ഒരുങ്ങിയത് എന്ന് പറയുന്നിടത്താണ് കഥ നിന്നത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ കഥ തീരെ അവഗണിക്കാനും പറ്റില്ല. ഈ പാത്രവും സ്പൂണും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 7, 8, 9 ഭാഗത്തുള്ള കഥ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് തത്വത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയവും നമുക്കുള്ളത് വളരെ പരിമിതമാണ്. കഥ ഈ 7, 8, 9 അധ്യായങ്ങളിൽ വരുന്ന കഥ വളരെ വേഗത്തിൽ ഞാൻ പറയാം. വേദവ്യാസരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഥ ഉണ്ടാക്കാനും കഥാപാത്രങ്ങളെ ഉണ്ടാക്കാനും വളരെ വളരെ ചതുരനാണ്. ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അതിൻ്റെ സന്ദർഭങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമ്മളൊക്കെ ആശ്ചര്യഭരിതരായിട്ട് ഇരുന്ന് പോകും. ഭാഗവതം മനോഹരമായൊരു കാവ്യമാണ് ഭാഗവതം. നിങ്ങൾ ബാക്കി അതിൽ ഏത് ആസ്പെക്റ്റ് വിട്ടാലും അത് എന്തൊരു മനോഹരമായ കാവ്യമാണെന്നറിയാമോ? അതിൽ വേദവ്യാസർ ഈ കഥയെ കൂടി കാര്യം പറയുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ കഥ ഇവിടെ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് ഈ ഭാഗവതം എഴുതാൻ തുടങ്ങി. ആ ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോൾ ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചോണ്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പോൾ നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകനെ തന്നെയാണ്. ശുക ബ്രഹ്മർഷിയാണ്, ശ്രീശുക ബ്രഹ്മർഷിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ ശ്രീശുക ബ്രഹ്മർഷി എങ്ങനത്തെ ആളാണ്? അച്ഛനേക്കാളും ആധ്യാത്മികമായിട്ട് ഉയർന്നിട്ടുള്ള ആളാണ് മകൻ. നിവൃത്തി നിരതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പ്രാപഞ്ചിക ജീവിതമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്, നിസ്സംഗനായിട്ടുള്ള ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് എന്തിനാ ഭാഗവതത്തിൻ്റെ ആവശ്യം? സംശയം വരാം. വന്നു. ആർക്കാ സംശയം വന്നേ? ഈ ഭാഗവതത്തിൻ്റെ രചനയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിമനോഹരമാണ്. ഭാഗവതത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഒരു ശ്രോതാവും ഒരു വക്താവും ഉണ്ടാവും. വക്താവ് പറയും, ശ്രോതാവ് കേൾക്കും. പക്ഷെ എന്താ അതിലെ രസം? ഈ ശ്രോതാവും വക്താവും മാറി മാറിക്കൊണ്ടിരിക്കും. കഥ എവിടുന്നാണ് തുടങ്ങിയത്? നൈമിഷാരണ്യത്തിലെ ശൗനകാദികൾ സൂതൻ എന്ന് പറയുക കഥ പറയാൻ മിടുക്കനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരാളോട് സംശയങ്ങൾ ചോദിക്കുന്നത് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യം അവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദമാണ്. വക്താവ് അവിടെ സൂതനും ശ്രോതാക്കൾ ശൗനകാദികളും. അത് കഴിഞ്ഞ് ആ കഥയിൽ പിന്നീട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കണക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റുകൾ ഇടില്ലേ, അതേപോലെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ശ്രോതാക്കളും വക്താക്കളും മാറി മാറി വരും. അപ്പോൾ ഇവിടെ വ്യാസനാരദ സംവാദത്തിലെത്തിയപ്പോൾ എന്തായി? നാരദര് വക്താവും വ്യാസഭഗവാൻ ശ്രോതാവുമായിട്ട് മാറി. അങ്ങനെ ഇവിടെ ശ്രോതാവും വക്താവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ശ്രീശുകൻ പഠിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഈ സൂതൻ ശൗനകാദികളോട് പറയല്ലേ, ശൗനകാദികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. അസാധ്യമാണല്ലോ അത്, അതെങ്ങനെയാണ്, എന്തിനാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, നിവൃത്തി നിരതന്മാരായാലും കൊള്ളാം, അല്ലാത്ത ലൗകികളായാലും കൊള്ളാം, ഭഗവാന്റെ കഥകളും ഈ ലീലാവതാരങ്ങൾ കഥകൾ കേൾക്കാൻ കൗതുകം ഇല്ലാത്തവരാരുമില്ല. ശ്രീശുക ബ്രഹ്മർഷി ഇത്ര ജ്ഞാനിയും ഈ നിവൃത്തി നിരതനുമായിട്ട് പോലും ഈ കഥകൾ കേട്ടപ്പോൾ ഭഗവാന്റെ ലീലാവതാര കഥകൾ എഴുതാനാണ് നാരദ മഹർഷി പറഞ്ഞത്. അതാണ് ഭാഗവതം. അത് കേട്ടപ്പോൾ വളരെ ഔത്സുക്യവും അതിൽ സന്തോഷവും ആനന്ദവും ഉണ്ടായി. ആർക്ക്? ഈ ശ്രീശുക ബ്രഹ്മർഷിക്ക് വരെ. അതുകൊണ്ട് ഇത് ആർക്കും പറ്റിയ ഒരു ഔഷധമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം വ്യാസഭഗവാൻ ചേർത്തു. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി അത് പഠിച്ചത് പറഞ്ഞതിന് ശേഷം പിന്നെ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള നാടകീയമായൊരു രംഗം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവതം കഥ തുടങ്ങുന്നത് ഏതാണ്ട് ഭാരതം കഥ അവസാനിക്കുന്നിടത്താണെന്ന് പറയാം. എവിടെയാ? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ആ സമയത്ത് ഈ അവർ പാണ്ഡവർ ജയിച്ചുല്ലോ. അത് കഴിഞ്ഞ് ഈ ദുര്യോധനന് ഭീമസേനൻ്റെ ആ ഗദാതാടനം തുടയ്ക്ക് ഏറ്റ് തുടയൊക്കെ പൊളിഞ്ഞ് അങ്ങനെ വേദനയോടുകൂടി കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ദ്രോണരുടെ മകനായിട്ടുള്ള അശ്വത്ഥാമാവ് മാത്രം ആണ് ആ പക്ഷത്ത് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? പ്രതികാരം വീട്ടാൻ വേണ്ടി പാണ്ഡവരിൽ ഒരാളും ഇനി ബാക്കിയിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട്
ഉടനെ തന്നെ വളരെ ദാരുണമായൊരു കൊല നടത്തി. രാത്രിയിൽ ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ പുത്രന്മാർ, അവരാണല്ലോ നാളത്തെ തലമുറ, ആ പാഞ്ചാലിയുടെ പുത്രന്മാരെ മുഴുവനും നിഷ്കരുണം കഴുത്തറത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്ന് ഇത് ദുര്യോധനൻ കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കുന്നു വിചാരിക്കും. ദുര്യോധനനോട് വന്ന് പറയും. ഉടനെ ദുര്യോധനന് വരെ അത് വളരെ പൈശാചികമായിട്ടും ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തോന്നുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ വഴിയെ തന്നെ പാഞ്ചാലി വിലപിക്കാൻ തുടങ്ങി. അർജുനൻ വന്നു. അർജുനനൊരു സത്യം ചെയ്യും. അർജുനൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഈ അശ്വത്ഥാമാവിൻ്റെ ശിരസ് അറുത്ത് ഞാനിപ്പോൾ കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് നീ ആ തലേമ നമ്മൾ പലകേമലൊക്കെ ഇരിക്കണ പോലെ ആ തലേമ ഇരുന്നിട്ട് വേണം ഈ മക്കളുടെ ഉദകക്രിയ ചെയ്യാൻ എന്ന് പറയും. എന്ന് പറഞ്ഞ് അതിന് പുറപ്പെടും. എന്ന് പറഞ്ഞതിന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ അശ്വത്ഥാമാവിൻ്റെ മുമ്പിലെത്തുമ്പോൾ അർജുനൻ എന്നും വിചാരിക്കുമെന്ന് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും മനസ്സിടും പോവും. അങ്ങനെ ഒരു സ്വഭാവക്കാരൻ. അവിടെ എത്തിയപ്പോഴാണ്, അയ്യോ ഇത് എൻ്റെ ഗുരുനാഥൻ്റെ മകനല്ലേ, ബ്രാഹ്മണനല്ലേ, ഞാൻ വധിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു സംശയം വന്നു. കൃഷ്ണൻ്റെ അടുത്ത് വന്നു. കൃഷ്ണഭഗവാൻ ഒരു സംശയം ഉണ്ടായില്ലേ, പറഞ്ഞു, ബ്രാഹ്മണനാണെങ്കിലും അവൻ ആയുധം ധരിച്ച്, ബ്രാഹ്മണനൊരിക്കലും ആയുധം എടുക്കാൻ പറഞ്ഞിട്ടില്ല, അവൻ ആയുധം ധരിച്ച് ഇതേപോലെയുള്ളൊരു നീചകൃത്യം ചെയ്യുകയാണെങ്കിൽ അവനെ കൊല്ലാം. ക്ഷത്രിയന് അതിന് അവകാശമുണ്ട്, രാജ പദവിയിലുള്ള ആളാണ്, നിനക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ ഒരു പാപമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് വിചാരിച്ച് ഈ കെട്ടിക്കൊണ്ടുവന്നു. ആളെ കെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പാഞ്ചാലിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് പാഞ്ചാലിക്കും പെട്ടെന്ന് ഇത് തൻ്റെ ഞങ്ങളുടെ ഗുരുവിൻ്റെ മകനല്ലേ, പാടില്ലല്ലോ എന്ന് തോന്നിയത്. മാത്രമല്ല അവിടെ വ്യാസഭഗവാൻ വലിയൊരു തത്വം പറയുന്നുണ്ട്. പാഞ്ചാലിക്ക് ഒരു ചിന്തയും കൂടിയും വന്നു. കാരണം ഈ ഗുരുപത്നി ജീവിച്ചിരിക്കുകയാണ്. ഈ ഗുരുപത്നി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ആ ഗുരുപത്നിയുടെ മകനെ കൊന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പുത്രന്മാർ മരിച്ചിട്ട് എന്ത് ദുഃഖമാണോ ഉണ്ടായത്, ആ ദുഃഖമല്ലേ അവർക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ, ഒരു ദുഃഖത്തിനെ വേറൊരു ദുഃഖം കൊണ്ട് തീർക്കാൻ പറ്റുമോ? നമ്മൾ മേലത്തെ ചെളി കളയാൻ വേണ്ടിയിട്ട് ചെളിവെള്ളത്തിൽ പോയി മുങ്ങിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സംശയമായപ്പോൾ അർജുനന് ഭീമസേനൻ അപ്പോഴേക്കും വന്നു. അവനെ കൊല്ലാണ്ട് വിടണ വിഷയം ഉദിക്കണില്ല, അർജുനന് മാത്രമേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ, നീ പോയി കൊന്നോ എന്നായി ഭീമസേനൻ. വീണ്ടും കൃഷ്ണൻ്റെ അടുത്തെത്തി പ്രശ്നം. എന്താ ചെയ്യേണ്ടത് കൃഷ്ണ? പലരും പല അഭിപ്രായമാണല്ലോ പറയണമെന്ന് പറഞ്ഞു. കൃഷ്ണനാ ഭയങ്കര സൂത്രകാരനല്ലേ. കൃഷ്ണൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനത് ആവർത്തിക്കില്ല. നീ ഒരു പ്രതിജ്ഞ ചെയ്തു ആദ്യം തന്നെ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഭീമസേനൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പാഞ്ചാലി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇതെല്ലാം കൂടി വച്ചിട്ട് നീ എന്താ യുക്കെന്ന് വെച്ചാൽ അത് ചെയ്തു എന്ന് പറഞ്ഞു. പെട്ടു. എന്താ ചെയ്യാൻ പറ്റുക? ഉടനെ തന്നെ അർജുനൻ എന്ത് ചെയ്തു എന്നറിയോ? അർജുനൻ വേഗം ഈ അശ്വത്ഥാമാവിനെ ബന്ധിച്ചിട്ട് ഉള്ള അശ്വത്ഥാമാവിൻ്റെ മുടി അങ്ങോട്ട് കംപ്ലീറ്റ് വടിച്ചങ്ങോട്ട് കളഞ്ഞു. അങ്ങോട്ട് തലമുടി കുടുംബ കളഞ്ഞു. തലമുടി കളഞ്ഞു നോക്കിയപ്പോഴാണ് തലമുടിയുടെ ഉള്ളിലൊരു ചൂടാരത്നം ഉണ്ടായിരുന്നു. ആ ചൂടാരത്നം എടുത്തുകൊണ്ട് കൊണ്ടുവന്നു. അപ്പം എന്താണ്, ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം കുടുംബ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വധിക്കണേക്കാളും വലിയ ശിക്ഷ. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ കാര്യം നടന്ന മട്ടായി. അങ്ങനെ ആ രംഗം കഴിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ദ്വാരകയെന്ന് ഹസ്തിനപുരത്തെത്തിയ കൃഷ്ണന് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകേണ്ട സമയമായി. കാരണം എന്താണ്, ആ ദ്വാരകാവാസികളും യാദവരും ഒക്കെ അവിടെ കാത്തിരിക്കുകയാണ് കൃഷ്ണൻ തിരിച്ചു ചെല്ലാൻ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് അതിലും നാടകീയമായിട്ടുള്ളൊരു രംഗമാണ് പിന്നെ വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. എന്താ അത്? ഉത്തര ഓടി വരണു. അർജുനൻ്റെ മകൻ അഭിമന്യു യുദ്ധത്തിൽ മരിച്ചുപോയി. ആ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയാണ്. ആ ഉത്തരയുണ്ട് ഓടിക്കൊണ്ടുവരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇതാ നോക്കൂ, എൻ്റെ നേരെ ഒരു വലിയൊരു അഗ്നി വഹിച്ചുകൊണ്ടുള്ള ഒരു കൂരമ്പ് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. എന്നെ അത് കൊല്ലും, ഉറപ്പാണ്.
പക്ഷേ എൻ്റെ ഉദരത്തിൽ ഈ പാണ്ഡുവംശത്തിലെ പ്രജ വളരുന്നുണ്ട്, അതിനെ ഭഗവാൻ രക്ഷിക്കണം, ഭഗവാനെ ഭഗവാനെ എന്ന് ഉറക്കെ വിളിച്ചു. ആര് വിളിക്കണോ, എവിടെ വിളിക്കണോ, എപ്പോൾ വിളിക്കണോ, ഭഗവാൻ ഓടി വരാണ്ട് നിവൃത്തിയില്ല. ഉടനെ ഭഗവാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഭഗവാന് മനസ്സിലായി. അത് മാത്രമല്ല, ഈ അസ്ത്രം വന്നത് ലക്ഷ്യം ഉത്തരയുടെ ഗർഭത്തിനായിരുന്നെങ്കിലും അത് 5 പിരിഞ്ഞ് 5 പാണ്ഡവന്മാരുടെ നേരെയും കൂടിയും വന്നു. അപ്പോൾ ഉറപ്പായി ഇത് ബ്രഹ്മാസ്ത്ര പ്രയോഗമാണ്. ഈ അശ്വത്ഥാമാവ് പാണ്ഡുവംശം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കി രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോവാൻ പറ്റിയില്ല, ആൾക്ക് പോകാൻ വിചാരിച്ചെങ്കിലും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആളവിടെ നിന്നു. ഇത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ തീരുമാനിച്ച്, ഞാൻ കഥ ചുരുക്കി പറയുകയാണ്, കാരണം കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാനുണ്ടല്ലോ. വീണ്ടും പോകാൻ ഒരുങ്ങി. അപ്പോൾ അതങ്ങനെയൊക്കെ സമാധാനമാക്കിയല്ലോ. അത് കഴിഞ്ഞ് പോകാൻ ഒരുങ്ങി. ഇവിടെ വേറൊരു വലിയൊരു തത്വം കൂടിയുണ്ട്. നമ്മളൊരു പാപിക്ക് മാപ്പ് കൊടുത്താൽ അവൻ നന്നാവുമെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ എത്രയോ കേട്ടേക്കണോ, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, നാളെ തൊട്ടാവൻ തുടങ്ങുന്നത് ആ ഉദ്യോഗമാണ്. ഈ അശ്വത്ഥാമാവിൻ്റെ കഥ അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ ഒരുങ്ങി പോവാൻ നിൽക്കുമ്പോൾ അപ്പോഴുണ്ട് ദാ വരണു ഓടിക്കൊണ്ട് ധർമ്മപുത്രർ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പോവരുത്. സങ്കടമായി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും കുന്തിദേവി വരുന്നു. കുന്തിദേവി വന്നിട്ട്, കുന്തിദേവി ഒരു സ്തുതി ആണ്. അതാണ് ഇതിലെ കുന്തി സ്തുതി എന്ന് പറയുന്ന വളരെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സ്തുതി. ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി. ഭാഗവതത്തിലെ സ്തുതി എന്ന് പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഭാഗവതത്തിലെ സ്തുതികളുടെ പ്രത്യേകത പറയാം. നമ്മളെന്താണ് സ്തുതി എന്ന് പറഞ്ഞാൽ? സ്തുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ വിളിക്കുകയാണ്. എങ്ങനെയാണ് വിളിക്കുക ഈശ്വരനെ? നാമങ്ങളായിട്ട് വിളിക്കും. ഈശ്വരൻ്റെ ഒരുപാട് പര്യായങ്ങൾ, സഹസ്രനാമം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്തുതിയാണ്. മറ്റൊന്ന് ഭഗവാന്റെ വിഭൂതികൾ നമ്മൾ പറയും. ഭഗവാന്റെ മഹാത്മ്യം വിളിച്ച് പറയുന്ന സ്തുതികളുണ്ട്, അതും സ്തുതിയാണ്. പിന്നെ കേശാധിപത വർണ്ണനയുണ്ട്. ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓട്ടോ സജഷൻ പോലെയുള്ള ആ ഒരു കേശാധിപത വർണ്ണനകളുണ്ടാവും. എന്നാൽ ഭാഗവതത്തിലെ സ്തുതികൾ ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതിന് പുറമേ എല്ലാം വേദാന്തപരമായ സ്തുതികളാണ്. ഏത് സ്തുതി വേണമെങ്കിലും ഭാഗവതത്തിൽ എടുത്തു നോക്കിക്കോളൂ. ആ ഭാഗവതത്തിലെ സ്തുതികളിലെല്ലാം വേദാന്ത തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉപനിഷത്ത് വാക്യങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് എല്ലാ സ്തുതികളും. ഈ കുന്തി സ്തുതി മറിച്ചല്ല, അതുപോലെ തന്നെ ഭീഷ്മസ്തുതി മറിച്ചല്ല. അങ്ങനെ കുന്തി സ്തുതിയൊക്കെ കഴിഞ്ഞു. കുന്തി സ്തുതി നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കുക, കാരണം അതിൻ്റെ ഇപ്പം ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ വീണ്ടും പുറപ്പെട്ടപ്പോൾ വേഗം ഇങ്ങനെ ധർമ്മപുത്രർ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, അയ്യോ പോവരുത്, ഞാൻ പോയാൽ ഞങ്ങൾക്ക് ആരാ? ഒരു അനാഥത്വം, ഒരു വളരെ അനാഥത്വം അവർക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. പറ്റില്ല എന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ അഭിനയിച്ചു. ആള് അഭിനയിക്കാൻ വളരെ മിടുക്കനാണ്. ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഭഗവാന് അവിടെ ചെയ്തു തീർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയും കൂടി ഉണ്ടായിരുന്നു. ആ കടമ ചെയ്യാണ്ടാണ് ഭഗവാൻ പോയത്. അപ്പോൾ ഈ ഒരു അവസരത്തിനെ ഭഗവാൻ അതിനു വേണ്ടി ഉപയോഗിച്ചു. അതെന്താണെന്ന്, ഈ ധർമ്മപുത്രർ ഇനി രാജ്യം ഭരിക്കാൻ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം നിങ്ങൾ ഓർക്കണുണ്ടാവും. ശൗനകാദികൾ ചോദിച്ചത്, ഇത് ശ്രീ ശുഖബ്രഹ്മർഷി എന്തിനാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ആത്മാരാമാസ്തമുനയോ നിർഗ്രന്ഥ അപ്യുരു ക്രമേ കുർവന്ത്യഹൈതുകീം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഹി എന്ന് പറഞ്ഞു. അവിടെ 2 വിശേഷണങ്ങൾ മുനികൾക്ക് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആത്മാരാമ എന്നാണ് കൊടുത്തേക്കുന്നത്. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിൽ അഥവാ ഈശ്വരനിൽ, സ്വന്തം ആത്മാവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ, ആ ഈശ്വരനിൽ രമിക്കുന്നവർ. രമിക്കുക എന്നുള്ള വാക്ക് ധാരാളമായിട്ട് ഇതിലുപയോഗിക്കും. രമിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവൃത്തിയിലാണോ നമ്മൾക്ക് പരമാനന്ദം ജനിക്കുന്നത് അതാണ് രമിക്കൽ. ഇവിടെ
ഭഗവാനായിട്ട് കൂടിച്ചേരുമ്പോൾ, ഭഗവാനെ എപ്പോഴും സ്മരിക്കുമ്പോൾ, ആ ഭഗവാനിൽ രമിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിൽ വലിയൊരു ആനന്ദം വേറെ കിട്ടാനില്ല. അങ്ങനത്തെവരാണ് ഈ മുനികൾ. നിർഗ്രന്ഥ എന്നെഴുതിയിട്ടുണ്ട്. നിർഗ്രന്ഥ എന്താണ്? ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഗ്രഥിച്ചത്. ഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കെട്ടുക എന്നർത്ഥം. നമ്മൾ കുറേ കടലാസുകൾ എല്ലാം കൂടിയും ചേർത്ത് കെട്ടുമ്പോഴല്ലേ അതൊരു ഗ്രന്ഥാവുക, പുസ്തകമാവുക. അതാണ് ഗ്രഥിച്ചതാണ് ഗ്രന്ഥം. അപ്പോൾ ഇവിടെ ഗ്രഥിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? കെട്ടുപാടുകളിൽ പെടാത്ത ആൾ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ ബന്ധനത്തിൽ പെടുമ്പോഴാണ് നമുക്ക് ഈ ദുഃഖം ഉണ്ടാവുന്നത്. അപ്പം മുനിമാരെങ്ങനത്തെവരാണ്? നിർഗ്രന്ഥന്മാരാണ്. അങ്ങനെയുള്ള ആ നിർഗ്രന്ഥന്മാരായിട്ടുള്ളവർക്ക് കൂടി അഹൈതുകീം, പ്രത്യേകിച്ചൊരു കാരണം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഭഗവാനോട് ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടായി അവർക്ക്. അവർ നിർഗുണന്മാരാണ്, നിരാമയന്മാരാണ്. അവർക്കൊരിക്കലും ഈ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ബന്ധിപ്പിക്കുന്ന, പരസ്പരം ഹൃദയവും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ സ്നേഹം എന്ന് പറയുന്ന ഭാവം. അതുണ്ടാവാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ചോദിക്കരുത് എന്നാണ് പറഞ്ഞത് വ്യാസഭഗവാൻ. അഹൈതുകി എന്നാണ് പറഞ്ഞത്. അതിന് ഹേതുവൊന്നുമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണ്. അതാണ് അവിടെ പറഞ്ഞത്. അതാണ് അനിർവചനീയം എന്നൊക്കെ പറയണേ. നമ്മളെ ഈ ഭക്തിയും ഭഗവാനോടുള്ള ഭാവവും അതിൽ നിന്ന് ജനിക്കുന്ന ആനന്ദത്തിനെയും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവില്ല. അതാണ് ഈ അഹൈതുകി എന്ന് പറഞ്ഞത്. അനുഭവിച്ചറിയേണ്ടതാണത്. അത് അനുഭവിച്ചവരാണ് ഈ മുനികളും ഇവരെല്ലാവരും. അതാണ് അഹൈതുകി ഭക്തി ഇത്തം ഭൂതഗുണോ ഹരി. ഭൂതഗുണം ഈ ഈ അത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ളൊരു ഗുണമാണ് ഈ ഭഗവാനുള്ളത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആ വാക്കുകളിലേക്ക് ആ പ്രയോഗവും അതിലെ ചില പ്രത്യേക വിശേഷണങ്ങളുടെ ഉപയോഗമൊക്കെ നോക്കൂ, എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഈ കഥയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ അശ്വത്ഥാമാവിൻ്റെ ഈ കുട്ടികളെ കൊന്നതിന് ശേഷം അർജുനൻ ചെയ്ത പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ഇങ്ങനെയാണ് എടുത്തത്. തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവമുക്തൈർ വിശിഖൈർ ഉപാഹരേ ത്വാക്രമ്യയൽസ്നാസ്യസി ദഗ്ധപുത്ര. ഗാണ്ഡീവമുക്തം, എൻ്റെ വില്ലിൽ നിന്നും ഞാൻ വിക്ഷേപിക്കാൻ പോകുന്ന വിശിഖം, ആ അമ്പിനെ കൊണ്ടാണ് അവൻ്റെ തലയെടുക്കുക, കൈകൊണ്ട് ഞാൻ തൊടില്ല എന്നാ പറഞ്ഞു. ആ പ്രയോഗത്തിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണേ. ഗാണ്ഡീവമുക്തൈർ വിശിഖൈർ ഉപാഹരേ, ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാ പറഞ്ഞേ. ആ അമ്പോണ്ട് അശ്വത്ഥാമാവിൻ്റെ തല ഇങ്ങോട്ട് പിഴുതെടുത്തിട്ട് ഞാൻ ആ അമ്പോണ്ട് നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പറയുന്നൊരു പ്രയോഗം. അത് വളരെ മനോഹരമാണ്. വ്യാസഭഗവാന്റെ സരസ്വതിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഭഗവാൻ പറഞ്ഞുവല്ലോ ഇവനെ കൊല്ലണോണ്ട് യാതൊരു തെറ്റുമില്ല എന്ന്. അപ്പോൾ അശ്വത്ഥാമാവ് എന്താണ് പാപം ചെയ്തത്? ഈ കുട്ടികളെ കൊന്നില്ലേ? അപ്പോൾ അവിടെ ഒരു സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള ഒരു വലിയ തത്വം പറയുന്നുണ്ട്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തി ധർമ്മവിത്ത്. ചില ആൾക്കാരെയൊന്നും കൊല്ലാൻ പാടില്ല. അതിലൊന്നാണ് ഈ സുപ്തം എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കണ ഒരാളെ കൊല്ലാൻ പാടില്ല. അവനെ ഉറങ്ങിക്കിടക്കണ ഒരാളെ കൊന്നേ അത് പറയാൻ പുറപ്പെട്ടതാണ്. പക്ഷെ അതോടുകൂടി ആ ശാസ്ത്രം മുഴുവൻ പറയുക ചെയ്ത്. മറ്റൊന്ന് മത്തം എന്ന് പറഞ്ഞാൽ മതിച്ച് നിൽക്കുക, സ്വബോധമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ ആൾ, മദ്യപിച്ചിട്ടോ ഒക്കെ നിൽക്കുന്ന ഒരാളെ നിഗ്രഹിക്കാൻ പാടില്ല. പ്രമത്തം, അവൻ വേണ്ട പോലെ അറിയാത്തവനും ബുദ്ധി ഇല്ലാത്ത ആളും അവനെയും പാടില്ല. ഉന്മത്തം, ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് മാറിപ്പോയി, ഭ്രാന്ത് പോലെയായി, അവരെയും കൊല്ലാൻ പാടില്ല. ബാലം, ചെറിയ കുട്ടികളെ കൊല്ലാൻ പാടില്ല. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. പിന്നെ ഒരു യുദ്ധത്തിൽ പേടിച്ച് നിൽക്കുന്ന ഒരാളെ കൊല്ലാൻ പാടില്ല. ധീരതയോടുകൂടി മുഖാമുഖം വന്നാൽ മാത്രമേ അത് അസ്ത്രം കൊണ്ട് കൊല്ലാൻ പാടുള്ളൂ. ഇരുപുക്കളെ ആണെങ്കിൽ പോലും ശത്രുക്കളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അവനെ കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് യാതൊരു തരത്തിലും അവൻ ഒരു
അനുകമ്പ അർഹിക്കുന്നില്ല, നീ കൊല്ലു തന്നെ വേണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം അവിടെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ വേണ്ട പോലെ ആലോചിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞ ആ ശ്ലോകം വളരെ രസമുള്ളതാണ്. അതൊരു പ്രത്യേക സന്ദർഭത്തിനെ സൃഷ്ടിച്ചേക്കാണ്. കുരു പ്രതിശ്രുതം സത്യം യത്തത് സാന്ത്വയതാ പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യ മഹ്യമേവ ച. വല്ലാത്തൊരു കുടുക്കിലെ അർജുനനെ പെടുത്തിയ ആ ശ്ലോകമാണത്. എന്താണ്? കുരു, നീ അങ്ങനെ ചെയ്യ്. എന്ത്? പ്രതിശ്രുതം സത്യം യത്തത് സാന്ത്വയതാ പ്രിയം. നീ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സത്യം ചെയ്തു, ആ സത്യം അനുസരിച്ച് നീ ചെയ്യ്. അപ്പോൾ അത് താൽക്കാലികമായിട്ട് ഭാര്യയുടെ ദുഃഖം മാറ്റാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതോ അത് പാടില്ല. പറഞ്ഞതായിരിക്കണം. അപ്പം അത് നീ മനസ്സിൽ വയ്ക്കുക. പ്രിയം ച ഭീമസേനസ്യ. ഭീമസേനൻ ഇപ്പം തന്നെ വന്നിട്ട് പറഞ്ഞു, യാതൊരു ഒരു കാര്യമില്ല, കൊന്നു കളയണമെന്ന് പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞു. ഞാനും ചില കാര്യങ്ങൾ മഹ്യമേവ ച, അതനുസരിച്ച് നീ ചെയ്യ് എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ള ശ്ലോകമുണ്ട്. അത് 7-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില വ്യാസൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ കുട്ടികളുടെ ഉദയക്രിയ ചെയ്യുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അവിടെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ചെറിയൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും കൂടി ഉദയക്രിയ ചെയ്തിട്ട് കുളിച്ചു, യമുന നദിയിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടി കുളിച്ചപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നെന്ന് പരസ്പരം നോക്കിയില്ല. കുളിച്ച് കയറി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഭഗവാനും അതിൽ ആ സമയത്ത് ഇറങ്ങി മുങ്ങി എന്ന് മനസ്സിലാക്കിയത്. ഉടനെ തന്നെ എല്ലാവരും കൂടിയും വീണ്ടും പോയി മുങ്ങുക ചെയ്തു. എന്താണ്? ഭഗവാന്റെ പാദങ്ങളിലെ ആ രജസ് അതിൽ വീണു. ഭഗവാൻ ഒരു നീരാടിയ ആ ജലാണ്, അതിൻ്റെ പവിത്രതയും പുണ്യവും മനസ്സിലാക്കിയിട്ട് അവരൊന്നും കൂടി പോയിട്ട് മുങ്ങി. ഇങ്ങനെയൊക്കെ ആ വ്യാസഭഗവാനൻ ഭക്തി നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന രംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭൃശം പുന എന്നാ പറയുന്നത്. വീണ്ടും കുളിച്ചു, അവർ 2 പ്രാവശ്യം കുളിച്ചു എന്ന് പറയാണ്. പിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെ. സാന്ത്വയാമാസമുനിഭിർ അതബന്ധുൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവാനെ ഉപദേശം കൊണ്ട് സ്വീകരിപ്പിക്കാനും അറിയാം, ഉപദേശം സ്വീകരിപ്പിക്കാതിരിക്കാനും അറിയാമെന്ന്. ഇവരെയൊക്കെ ഭഗവാൻ അന്ന് അർജുനന് കൊടുത്ത ഒരു തത്വോപദേശം പോലെയുള്ളൊരു ഉപദേശം കൊടുത്തു. അതിൻ്റെ ചുരുക്കം ഇതാണ്: കാലസ്യ ഗതിം ഭൂതേഷു ദർശയൻ. ഈ കാലത്തിൻ്റെ ഗതി, കാലചക്രം തിരിയുന്നതിനനുസരിച്ച് ഓരോ സംഭവങ്ങളുണ്ടാവും. ആ സംഭവങ്ങളിൽ പെടുന്നതാണ് ഈ മരണമായാലും ജനനായാലും ഇതെല്ലാം. അത് കാലം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്നുള്ളൊരു വില, എന്നുള്ളൊരു ചിന്ത, അത് മാത്രമേ അതിനെക്കുറിച്ച് ആവശ്യമുള്ളൂ. അതിൻ്റെ അപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് ദർശയൻ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ സമാധാനിപ്പിച്ചത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു മന്ത്രമാണത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരയുടെ ആ പ്രാർത്ഥന. ഉത്തരയുടെ പ്രാർത്ഥന സാധാരണ ഗർഭിണിയായ സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിൽ ജപിക്കാറുണ്ട്. ഗർഭമായി കഴിഞ്ഞാൽ ഗർഭം അലസിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പാഹി പാഹി മഹായോഗിൻ പുസ്തകം ഉണ്ടെങ്കിൽ 8-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഈ ഞാൻ മരണത്തിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അഭിദ്രവതി മാമീശ ശര സപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ. അവൻ എന്നെ കൊല്ലണമെന്നാണെങ്കിൽ എന്നെ കൊന്നോട്ടെ. മാമേ ഗർഭോ നിപാത്യതാം. ഒരിക്കലും എൻ്റെ വയറ്റിലുള്ള ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാതിരിക്കണം എന്ന് പറയണം. അങ്ങനെ ഭഗവാൻ അപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു വളരെ പരീക്ഷിത്ത് ആവാൻ പോകുന്ന ആ കുട്ടിയാണത്. ആ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു മനോഹരമായ ഒരു രംഗമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
പിന്നെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ആശ്ചര്യമയമാണ് എന്ന് പലപ്പോഴും പറയുന്ന ഭാഗങ്ങളുണ്ട് ഇതിൽ. ഇനി നമുക്ക് പതുക്കെ കുന്തിയുടെ സ്തുതിയിലേക്കൊന്ന് കിടക്കാം. കുന്തിയുടെ സ്തുതി ഒരു 10-25 ശ്ലോകങ്ങളുണ്ട്. അത് മുഴുവനും ഇപ്പോൾ വായിക്കാൻ പറ്റില്ല. എങ്കിലും കുന്തി സ്തുതിയുടെ ഭാവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിൽ ചില കാര്യങ്ങൾ പറയാം. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. വേദാന്താണ് ആദ്യത്തെ ശ്ലോകം. വളരെ വേദാന്തപരമാണ്. എന്താണ്? ഭഗവാനെ ഞാൻ നമസ്കരിക്കുകയാണ്. എങ്ങനത്തെ ഭഗവാനാണ്? എല്ലാവരുടെയും ഉള്ളിലും എല്ലാവരുടെയും പുറത്തും സ്ഥിതി ചെയ്യുന്നവനാണ്. നേരിട്ട് കാണാൻ പറ്റില്ല. പ്രകൃതിയിൽ നിന്നും വേറിട്ടവനാണ്. മായ വേറെയാണ്, ഭഗവാൻ വേറെയാണ്. അങ്ങനെയുള്ള ആദ്യന്തം ഇല്ലാത്ത ആളാണ്. ആദിയിൽ ഉണ്ടായിരുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള ഒരു വേദാന്തപരമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്തോത്രത്തിൻ്റെ ഛായയിൽ ഭഗവാന്റെ പര്യായങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സ്തുതിയുണ്ട്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജംഘ്രയേ. നമുക്കൊക്കെ ഇതെപ്പോഴും ഉരുടാൻ പറ്റിയ മനോഹരമായിട്ടുള്ള 2 ശ്ലോകങ്ങളാണിത്. ഭഗവാനെ എങ്ങനെയാണ് ഈ വിളി കേട്ടാൽ ഭഗവാൻ വരാണ്ടിരിക്കുക? അത്ര ഗംഭീരമായിട്ടുള്ള ഒരു 2 ശ്ലോകങ്ങളാണ് അത്. പിന്നെ പറയുന്നു, ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. ഈ കുന്തിദേവിയെ പറ്റി പറയുകയാണെങ്കിൽ, കുന്തിദേവി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ വ്യാസഭഗവാൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ വളരെ ഒരു പ്രത്യേകതയുള്ളൊരു കഥാപാത്രമാണ് കുന്തിദേവി. കുന്തിദേവിയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം. കുന്തിദേവി ശരിക്കും പറഞ്ഞാൽ സാഹചര്യങ്ങളുടെ തടവറയിൽ വിധിയുടെ വെറും കളിപ്പാട്ടായിട്ട് ജീവിക്കേണ്ടി വന്നൊരു സ്ത്രീയാണ്. ശൂരസേന മഹാരാജാവ് യാദവ രാജാവിൻ്റെ മകളാണ്. കന്യകയായിരിക്കുമ്പോഴും വളരെ പരീക്ഷണങ്ങളായിരുന്നു. ഭാര്യയായി അത് എങ്ങനെ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചു, വളർത്തിയത് വേറെ ആളാണ്. കുന്തിഭോജൻ എന്ന് പറയുന്ന ഈ ശൂരസേന രാജാവിൻ്റെ മരുമകന് കുട്ടികളില്ലാണ്ട് അദ്ദേഹം ദത്തെടുത്തിട്ട് അങ്ങനെയാണ് വളർത്തിയത്. ഇത് കഴിഞ്ഞിട്ടുണ്ടായ കഥയൊക്കെ നിങ്ങൾക്കറിയാം. കർണനുണ്ടായ കഥയും ദുർവാസാവിൻ്റെ ശാപവും, അത് കഴിഞ്ഞ് ആ ശാപം പരീക്ഷിക്കണമെന്ന് ആ ബാലികയായിട്ടുള്ള ആ കുട്ടിക്ക് തോന്നിയ കുസൃതി, അത് കഴിഞ്ഞ് കർണൻ ജനിക്കുന്നതും വീണ്ടും കന്യകയായിട്ട് തന്നെ തുടരണതും ഉള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം എത്രയെത്ര ദുഃഖങ്ങളാണ് ആ അമ്മയായിട്ട് ഇരിക്കുമ്പോഴും. രാജമാതാവായിരുന്നു. പക്ഷെ രാജമാതാവായിരുന്നെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ദുഃഖം തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. മക്കൾക്കുള്ള രാജ്യമൊക്കെ നിഷേധിക്കപ്പെട്ടു, അല്ലേ? ദ്രൗപദിയെ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യാൻ പുറപ്പെട്ടതറിയാം. 2 വട്ടമായിട്ട് ഒരുപാട് കാട്ടിൽ കഴിയേണ്ടി വന്നു. രാജപത്നിയാണ്. അതിലും വലിയൊരു ദുഃഖമായിരുന്നു. താൻ പ്രസവിച്ച മകൻ തൻ്റെ മകനാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഒരു അമ്മയ്ക്ക് വന്ന് ആലോചിച്ച് നോക്കൂ. അത്ര വിഷമങ്ങൾ ആ കുന്തിദേവിക്കുണ്ടായി. പക്ഷേ എന്നിട്ടും ആ കുന്തിദേവി തളർന്നിട്ടില്ല. നമ്മളമ്മമാരും സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വം അതാണ്. അത്രയൊക്കെ ഉണ്ടായിട്ടും ആ കുന്തിദേവി ഭഗവാനെ വിളിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് ആത്മഹത്യ ചെയ്തുവോ? ഇപ്പം ഇന്ന് പേപ്പർ വായിക്കുമ്പോൾ നോക്കുമ്പോൾ എന്താ കാണണേ? ഇത്രയധികം ദുഃഖങ്ങളുണ്ടെങ്കിലും ഭഗവാനെ വിളിച്ചാൽ എനിക്ക് സാന്ത്വനം കിട്ടുന്നു, ആ ഭഗവാൻ എന്നെ പരിരക്ഷിച്ചോളും എന്നുള്ള ആ ഉറച്ച വിശ്വാസം അത് ആയിരുന്നു അവരുടെ പ്രേരണയും പ്രോത്സാഹനവും ജീവിക്കാൻ കൊടുത്ത ഊർജവും. അതേപോലെയുള്ള ഭക്തി, ആ ഭാവം നമ്മളിലും രൂഢമൂലമാവണം എന്നുള്ളൊരു മഹാസന്ദേശമാണ് അതിൽ കൂടെ ഈ കുന്തിയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ് എന്ന് കാണാനുള്ള വലിയൊരു മനസ്സ് അത് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പറയണെന്താണ്? ഭഗവാൻ ഇപ്പോൾ പോവുകയാണെന്നൊക്കെയാണ് പറയണത്. ഭഗവാൻ പോയാലത്തെ കഥ ആലോചിക്കാൻ വയ്യ. എന്താ കാരണം? എപ്പോൾ വിഷമമുണ്ടാകുമ്പോഴും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഓടി വരികയും
ദർശനം തരുകയും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങളെന്താ ചെയ്യുക? എന്തായാലും ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ വിളിച്ചാൽ ഭഗവാൻ വരും, ഉറപ്പ്. അതുകൊണ്ട് വിളിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളുരുകി വിളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടം വരെ തന്നെ വേണം. ഈ ഒരു ദോഹ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ദുഃഖമേം സുമിരൻ സബ് കരേ സുഖമേം കരൈ ന കോയ് ജോ സുഖമേം സുമിരൻ കരൈ തോ ദുഃഖാഹേ ഹോയ്. ദുഃഖമേം സുമിരൻ സക്കരെ, ദുഃഖം വരുമ്പോൾ എല്ലാവരും ഭഗവാനെ വിളിക്കും. സുഖമേം കരൈ ന കോയ്, ആരും സുഖം വരുമ്പോൾ ഭഗവാനെ സ്മരിക്കണം കൂടിയില്ല. കബീർ ചോദിക്കുകയാണ്, ജോ ദുഃഖമേം സുമിരൻ സുഖമേം സുമിരൻ കരൈ, സുഖമുള്ളപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നാൽ തോ ദുഃഖാഹേ ഹോയ്. പിന്നെ ദുഃഖം എന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക? അതിന് ഫിലോസഫിക്കലായിട്ട് വലിയൊരു അർത്ഥം വേറെയുണ്ട്, പക്ഷെ അതിപ്പോൾ പറയാൻ സമയമില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് എന്താണ്? വിപദ സന്തു നാശാശ്വത, ഞങ്ങൾക്ക് എന്നും വിപത്തുകൾ ഉണ്ടാക്കി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കുക? നല്ല കാലം ഉണ്ടാക്കി തരണേ, സുഖം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ അതല്ല പ്രാർത്ഥിച്ചത്. ഇവിടെ പ്രാർത്ഥിച്ചത് എന്താ? എനിക്ക് വേണ്ട, ദുഃഖം മതി. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, എനിക്ക് സ്വർഗം വേണ്ട, ഒന്നും വേണ്ട, ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ എനിക്ക് വേണ്ടത്. അതിലൊന്നാണ് എനിക്ക് ദുഃഖം. ദുഃഖം വന്നാൽ ഞാൻ ഭഗവാനെ വിളിക്കും. ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുഃഖം മാത്രം മതി. അപ്പോൾ എപ്പോഴും ഭഗവാനെ ദർശിക്കാമല്ലോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അങ്ങനെ കുന്തിദേവിയുടെ ആ സ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കുന്തിദേവിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. എല്ലാ ശ്ലോകങ്ങളും മനോഹരം തന്നെ, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലത് മാത്രം. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖം ഭുജോ ധ്യാനപതശ്ചതുർഭുജ. ഭഗവാനോട് പറയാണ്, യാവദിദം ഹിനോമ്യഹം കളേവരം, ഞാൻ എൻ്റെ ശരീരം കളയുന്നത് വരെ. എപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ, 5 ദിവസം കഴിഞ്ഞിട്ടാണോ, 1 മാസം കഴിഞ്ഞാണോ, 1 കൊല്ലം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? അതുവരെ ഭഗവാൻ എൻ്റെ ധ്യാനപഥത്തിലെ ചതുർഭുജനായിട്ടുണ്ടായിക്കൊള്ളണം എന്നാ പറഞ്ഞു. എങ്ങനത്തെ? പ്രസന്ന ഹാസാരുണലോചനോല്ലസന്മുഖംബുജോ, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, മന്ദഹാസത്തോടു കൂടി. അരുണലോചനം. എന്താ അരുണലോചനം എന്ന് പറഞ്ഞേ? കണ്ണിലെ കാരുണ്യം വരുമ്പോൾ, കൃപ വരുമ്പോഴാണ് കണ്ണ് ചുവന്ന നിറവുക. അങ്ങനെ ആ കാരുണ്യപൂരമായിട്ടുള്ള ആ കടാക്ഷത്തോട് കൂടിയിട്ട്, മന്ദഹാസത്തോട് കൂടിയിട്ട് ഈ ചതുർഭുജനായിട്ട് എൻ്റെ ധ്യാനപഥത്തിൽ ഭഗവാൻ എന്നും ഉണ്ടാവണം എന്നങ്ങോട്ട് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്തുതി തുടങ്ങുന്നത്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറയാം, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ് അതിൽ ഭീഷ്മർ അധികവും സ്മരിക്കുന്നത്. എല്ലാ ചിത്രങ്ങളാണ്. അതിലോരോ ശ്ലോകവും ഭഗവാന്റെ ഓരോ ചിത്രമാണ്. എത്ര മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചേക്കണേന്നറിയോ? ചിലത് ഞാൻ പറഞ്ഞുതരാം. യുധി തുരകരജോ വിധൂമ്ര വിശ്വക്കചലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാന ത്വജി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. യുദ്ധസമയത്ത് എൻ്റെ നേർക്കുനേര് വന്നപ്പോൾ ഞാൻ കുറേ അസ്ത്രങ്ങൾ അയച്ചു. അതെല്ലാം ഭഗവാന്റെ ആ മാർച്ചട്ട പിളർന്നു. പൊടിപടലം മുഴുവനും മേത്തായി. ആ മുഖത്ത് മുഴുവനും വേർപ്പ് തുള്ളികൾ വന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ഞാൻ സ്മരിക്കുകയാണ്. ആ ഭഗവാൻ എൻ്റെ ആത്മാവിൽ, മനസ്സിൽ എപ്പോഴും വേണം എന്ന് പറയാണ്. മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. പിന്നെ അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. യുദ്ധത്തിൻ്റെ 8ാമത്തെ ദിവസം ഭീഷ്മരെ ആയിട്ട് അർജുനനുമായിട്ട് ഗംഭീര യുദ്ധം നടത്തുകയാണ്. ആരും ജയിക്കണില്ല, ജയിക്കണം മട്ടുമില്ല. ഭഗവാന് മാത്രമേ ഭീഷ്മരെ പറ്റുള്ളൂ കൊല്ലാൻ. അർജുനൻ എന്ത് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ഇനി എന്താ ചെയ്യുക എന്ന് 2 പക്ഷത്തിലും
ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രതിജ്ഞ? ആ പ്രതിജ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആയുധം എടുക്കില്ല, ഈ യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കില്ല, സാരഥിയായിട്ട് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 8ാമത്തെ ദിവസം ദുര്യോധനന് ആകെ ഭയങ്കര ഇതായി, എന്താ ചെയ്യാന്ന്. അപ്പോൾ ഭീഷ്മർ അങ്ങടെ ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ ഒരു സത്യം കൊടുക്കൽ. ആരോട്? ദുര്യോധനോട്. ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും, നോക്കാമല്ലോ എന്നായി ഭീഷ്മർ. 9ാമത്തെ ദിവസം യുദ്ധത്തിലെ ഒരു രംഗം, അത് മറക്കാൻ പറ്റില്ല. മാത്രമല്ല, വ്യാസഭഗവാൻ ഈ ചില കലാകാരന്മാർ 2-3 വരകൊണ്ട് ഒരു വലിയ ചിത്രം വരയ്ക്കില്ലേ, അതുപോലെ 2-3 വരി കൊണ്ട് ഒരു മനോഹരമായ ചിത്രമാണ് വരച്ചേക്കുന്നത് വ്യാസഭഗവാൻ. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും അവപ്ലുതോ രഥസ്ഥ ധൃത രഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവഹന്തുമിഭം ഗതോത്തരീയ. ശരിക്കൊരു ചിത്രമാണത്. ആ ചിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഇത് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിപ്പോയാൽ ശരിക്കും അതിങ്ങനെ കാണാം നമുക്ക്. സ്വനിഗമം അപഹായ, അവനോൻ ചെയ്ത ആ പ്രതിജ്ഞയെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മത് പ്രതിജ്ഞാം ഋതം അധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ് അവിടെ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ ആണ് വലുത്, അവനവനേക്കാളും വലുത്. നമ്മളിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നമുക്കൊക്കെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എന്തും, അല്ലേ? ഇപ്പം എൻ്റെ കുട്ടിയായാലും വേണ്ടില്ല, ആന മതിച്ച് വന്നാലും ഞാൻ എൻ്റെ രക്ഷ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ടേ കുട്ടിയോ കൂടെയുള്ളവരുടെ നോക്കുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം ആദ്യം. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ കാര്യം ഒരു വിഷയമല്ല. ഭഗവാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ ഭക്തൻ, അതാര്? ഭീഷ്മർ. എന്താ ഭീഷ്മർക്ക് പ്രശസ്തി? പ്രതിജ്ഞ ചെയ്താൽ അത് പാലിക്കുന്നവനാണെന്നുള്ളതാണ് ഭീഷ്മരുടെ ഏറ്റവും വലിയ ഒരു കാര്യം. ആ ഭീഷ്മർ ചെയ്ത പ്രതിജ്ഞയെ സത്യമാക്കി തീർക്കേണ്ട ചുമതല തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ രഥത്തിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. അധികർത്തും അവപ്ലുതോ രഥസ്ഥ. അവപ്ലുത എന്നുള്ള ശബ്ദമൊക്കെ എന്തൊരു ഭംഗിയ സംസ്കൃതത്തിൽ. ചാടിന്ന്, അതിൽ നിന്ന് എടുത്തങ്ങോട്ട് ചാടി. ഉൽപ്ലുതം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ചാടില്ല, ഇത് കീഴ്പോട്ടേക്ക് ചാടില്ല, അവപ്ലുതം. എന്നിട്ടോ ചാടിയപ്പോൾ എന്താ ഉണ്ടായേ? ചാടിയപ്പോൾ അവിടെ ഒരു പറയലുണ്ട്. എന്താണ്? ചലദ്ഗുഹു എന്നൊരു വാക്കുണ്ട്. ആ ഭൂമി അങ്ങോട്ട് ചാടിയപ്പോൾ വിറച്ചു എന്നാണ് പറയണേ. അത്ര. അപ്പോൾ ആ ചാട്ടത്തിൻ്റെ ഗംഭീരം ചലദ്ഗു എന്നുള്ള ഒരൊറ്റ വാക്കിലാണ് ആ ചാട്ടത്തിൻ്റെ ഗാംഭീര്യം മുഴുവൻ. ചാടി അങ്ങോട്ട് വീണു, ഭൂമി അങ്ങോട്ട് വിറച്ചു. അത് കഴിഞ്ഞോ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. ആ ധൃത രഥ ചരണം എന്നാണ് വ്യാസഭഗവാൻ ഉപയോഗിച്ചേക്കണേ. ഞാൻ വിശ്വസിക്കണത് അവിടെ യുദ്ധം നടക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ഒരുപാട് തേരുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഭഗവാൻ ചാടി കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു തേരിൻ്റെ ചക്രം കിടക്കുന്നുണ്ടായിരുന്നു. രഥചരണം എന്നാണ് ഉപയോഗിച്ചേക്കണേ വാക്ക്, തേരിൻ്റെ ചക്രം എന്നാണ്. ആ ചക്രം അങ്ങോട്ട് എടുത്തു. അപ്പോൾ ആൾക്ക് എന്തായാലും ഈ ചക്രം പ്രയോഗിക്കാൻ ഇത്തിരി സാമർഥ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ സുദർശന ചക്രം എന്നാണ് പലരും വ്യാഖ്യാനിക്കണേ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് തേരെ തെളിച്ച് തേരാളിയായിട്ട് നിൽക്കുന്ന സമയത്ത് സുദർശന ചക്രം വിളിച്ചാൽ വരും. പക്ഷേ വിളിച്ചിട്ടുണ്ടാവാൻ നേരമില്ല ഇതിന്, അത് അത്ര സ്പീഡിലാണിത്. ഇതൊരു ഡാഷ് മൊമെൻ്റാണ്. അപ്പോൾ ഉടനെ തന്നെ ആ കിടക്കണ ആ രഥചരണം അങ്ങോട്ട് എടുത്തു. അതും എടുത്തുകൊണ്ടാണ് നേരെ ഓടിച്ചെല്ലണത്. ഇനി ആ ഓട്ടത്തിൻ്റെ ഒരു ശക്തി പറയുന്നുണ്ട്. എന്താണ്? ഗതോത്തരീയ. മേത്ത് മേൽമുണ്ടുണ്ടായിരുന്നു. ആ മേൽമുണ്ടൊക്കെ പറന്നു പോയി. അതൊന്നും നോക്കാൻ ആൾക്ക് നേരമില്ല. അതങ്ങനെ പറന്ന് പോയി. അത്ര വേഗത്തിൽ ഇങ്ങോട്ട് ആഞ്ഞടുത്താണ് വരണേ. എൻ്റെ അടുത്തേക്ക് ആഞ്ഞടുത്ത് ഇങ്ങോട്ട് വന്നു. അതാണ്. അതെങ്ങനെ? ഹരിരിവഹന്തുമിഭം. ഒരു ആനയെ, ഒരു മതയാനയെന്ന് കൂട്ടിക്കോളൂ. ഇഭം എന്നാ പറഞ്ഞ കുട്ടിയാനയാണ്. ഇഭം എന്ന് സാധാരണ കുട്ടിയാനയ്ക്കാണ് പറയുക. ആ ഒരു ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹം ഇങ്ങോട്ട് ചാടി വരണ പോലെ, ഹരി സിംഹം, ആ സിംഹം വരണ പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്ന മനോഹരമായൊരു ചലച്ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രമല്ല, മനോഹരമായൊരു ചിത്രം വരച്ചേക്കുക. മാത്രമല്ല അതിലെന്തൊരു വലിയ തത്വമാണ്. ഭഗവാന്
അവനവനേക്കാളും വലുതാണ് ഭഗവാന്റെ ഭക്തൻ എന്നുള്ള വലിയൊരു സന്ദേശം കൂടി തന്നുകൊണ്ടാണ് ആ ശ്ലോകം എഴുതിയേക്കുന്നത്. അതിന് ശേഷം പിന്നൊരു അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, വിജയരഥ കുടുംബ ആതതോത്രേ ധൃതഹയരസ്മനി തശ്രിയേ ക്ഷണീയേ ഭഗവതിരതിരസ്തുമേ മുമൂർഷോര്യമിഹ നിരീക്ഷ്യ ഹതാ ഗതാ സ്വരൂപം. ഈ കുരുക്ഷേത്ര യുദ്ധസമയത്ത് കൗരവപക്ഷത്തുണ്ടായിരുന്നവരും പാണ്ഡവപക്ഷത്തുണ്ടായിരുന്നവരും അനവധി പേര് മരിച്ചു, യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ചു. പക്ഷേ ഇവരൊക്കെ എല്ലാവർക്കും ഭഗവാന്റെ സാരൂപ്യം കിട്ടിയെന്നാണ് പറയുന്നത്. എന്താ കാരണം? ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ചു. അന്തേ നാരായണ സ്മൃതി, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ പറ്റിയ എന്താണ് അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മാം അനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. എന്നെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നവര് പരമമായ ഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഈ യുദ്ധരംഗത്തിലുണ്ടായത്? ഭഗവാനെ കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്, സ്മരിക്കുക മാത്രമല്ല. അതുകൊണ്ട് അവർക്കെല്ലാം സായുജ്യം കിട്ടി. ഞാൻ ആ യുദ്ധത്തിൽ മരിച്ചില്ല, പക്ഷെ ഇപ്പം മരിക്കാൻ പോവാണ്. ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാണ് മരിക്കണേ. അതുകൊണ്ട് ഗതാസ്വരൂപം. അപ്പോൾ അതുപോലെയുള്ള ഒരു സാരൂപ്യ മുക്തി എനിക്കും ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ധ്യാന ദൃഷ്ടി കൊണ്ട് ഒരുപക്ഷെ ഭീഷ്മർ കണ്ടിട്ടുണ്ടായിരിക്കാം എന്ത്, സ്വർഗത്തിൽ ഇവരെല്ലാവരും എത്തിയിട്ട് വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ആ ലോകത്ത് വിഹരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പറയാണ്. അവസാനം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തമിമം അഹം അനുവ്രതാർത്തിഹംഘ്രിം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീടം എന്നാണ് ഉപയോഗിച്ചത്. ഞാൻ ഉപേക്ഷിക്കാൻ പോവാണ് ഈ മർത്യനീടത്തിനെ, ഈ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്ന എൻ്റെ ഈ ശരീരത്തിനെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നു. അവിടെ നീടം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. നീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്കൂടാണ്. ആ പക്ഷിക്കൂടിനെയാണ് നീടം എന്ന് പറയുക. അപ്പോൾ ഒരു കൂട്ടിൽ നിന്ന് കൂടുപേക്ഷിച്ച് പക്ഷി പറന്നു പോകുന്ന പോലെ എൻ്റെ ഈ ശരീരത്തിനെ ഉപേക്ഷിച്ച് ഞാൻ പോകണമെന്ന് പറയുകയും ആ ശ്ലോകം അങ്ങനെ ആ സ്തുതി സമർപ്പിച്ചോട് കൂടിയിട്ട് അദ്ദേഹം അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ആ ശ്ലോകം കൂടി അതിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ് ദൃഷ്ടി വൃത്തിഭി ആത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഇപ്പോൾ സ്തുതിയാണല്ലോ കഴിഞ്ഞത്, കണ്ണുകളെ കൊണ്ട് ആ ദിവ്യമംഗള സ്വരൂപം കൊണ്ട് ആ സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിലെ വിലയം പ്രാപിച്ച് അങ്ങനെ ഭീഷ്മർ സ്വർഗം പോകുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് 9-ാമത്തെ അധ്യായം കഴിയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുന്തി ഒരു സാധാരണ സ്ത്രീയായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അയൽപക്കത്ത് ആ നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ഒരു അയൽപക്കക്കാരൻ എനിക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ആളാണ്. ആ ആള് ചില പ്രത്യേക കാരണം കൊണ്ട് മക്കളുടെ അടുത്തേക്ക് വയസ്സായി, അപ്പോൾ നോക്കാൻ ആളില്ല, മക്കളുടെ അടുത്തേക്ക് ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? കാരണം ഞാൻ എപ്പോൾ എന്ത് വിഷമം വന്നാലും ഓടി വരുന്ന ആളാണ്. അതേപോലെ തന്നെ എനിക്ക് ദുഃഖം വന്നാലും എന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആളാണ്. അങ്ങനെയുള്ള എൻ്റെ ഒരു അയൽപക്കക്കാരൻ ഇനി ഈ നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ യാത്ര അയക്കാൻ പോകുമ്പോൾ നമ്മളുടെ കണ്ഠം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഗദ്ഗതം വരാതെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2 നല്ല വാക്ക് പറയും. ഇനി ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തതാണ്, തീരാനഷ്ടമാണ് ഞങ്ങൾക്ക് പോണത്, അതുകൊണ്ട് പോവൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കൂ, അല്ലാണ്ട് പതിയെ കൂടുതൽ എന്താ ഞങ്ങൾ പറയുക എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു കൃതജ്ഞതാ വാക്ക് നമ്മൾ പറയൂല്ലേ. ഏതാണ്ട് കുന്തി സ്തുതിയുടെ ഭാവം അതാണ്. അങ്ങനെ ആ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന ഭഗവാൻ അവർക്ക് ചെയ്ത ദിവ്യമായ കാരുണ്യം കൊണ്ട് അവർക്ക് വളരെ വിചിത്രവും ആശ്ചര്യകരവുമായ ഒരു ഉപകാരം, അതുകൊണ്ട് ഉണ്ടായ അനുഭൂതി, ആ അനുഭൂതിയുടെ ഒരു എന്താ പറയുക, വൈകാരികമായിട്ടുള്ള ഒരു ബൾസ്റ്റ്
പൊട്ടി പുറപ്പെടലാണ് കുന്തി ദേവിയുടെ സ്തുതി. എന്നാലോ ഭീഷ്മരുടെ അങ്ങനെയല്ല. ഭീഷ്മർ പരമജ്ഞാനിയായിരുന്നു, ജീവൻ മുക്തനായിരുന്നു, എല്ലാ ധർമ്മങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ഒരാളാണ്. ആ ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്തുതിയാണ് ഈ ഭീഷ്മസ്തുതി. എന്തിനാണ് വ്യാസഭഗവാൻ രണ്ടും അടുത്തടുത്ത 2 അധ്യായങ്ങളിൽ വെച്ചത്? അത് വെച്ചത് മറ്റൊന്നിനുമല്ല, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ്. ഈ നിലയിലുള്ള നമ്മൾ ആ നിലയിലേക്ക്, ഭീഷ്മരുടെ നിലയിലേക്ക് നമ്മൾ ഉയരണം. അതാണ് അവിടെ വ്യാസഭഗവാന്റെ ആഹ്വാനം. ഭീഷ്മരും കൃഷ്ണന് എത്ര ബഹുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ സ്തുതിയിൽ നിന്ന് മനസ്സിലാവും. അതുമാത്രമല്ല, ഭീഷ്മരെ കൊണ്ട് ധർമ്മപുത്രരെ ഉപദേശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഭീഷ്മർ എത്ര വലിയവനായിരുന്നു നമുക്കറിയാം. ഇത് മാത്രമല്ല, അതിന് തെളിവുകൾ ഭാഗവതത്തിൽ അനവധി സ്ഥലത്തുണ്ട്, മഹാഭാരതത്തിൽ വളരെയുണ്ട്. മഹാഭാരതത്തിൽ ശരിക്ക് ഭഗവത്ഗീതയ്ക്ക് 700 ശ്ലോകങ്ങളായിരുന്നെങ്കിൽ ധർമ്മപുത്രർക്ക് നൽകിയ ധർമ്മോപദേശങ്ങൾ ഏതാണ്ട് 1000 ശ്ലോകങ്ങളാണ് ശാന്തി പർവ്വത്തിൽ. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അത് വളരെ ചുരുക്കിയാണ് ഇപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ 5-6 ശ്ലോകം കൊണ്ടാണ് പറഞ്ഞേക്കണേ ഈ ധർമ്മപുത്രർക്കുള്ള ഉപദേശം. പക്ഷേ 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവോപദേശ സമയത്ത് ഉദ്ധവര് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിനൊരു പ്രാമാണിത്വം കൊടുക്കുന്നതിന്, ആധികാരികത കൊടുക്കുന്നതിന് എന്താ ചെയ്യുക? നെഹ്റു അങ്ങനെ പറഞ്ഞു, മഹാത്മാഗാന്ധി കോട്ടി അല്ലേ? അതേപോലെ കോട്ടിയാണ് ചെയ്തേക്കുന്നത്. എന്താ ഭഗവാൻ പറഞ്ഞെന്നറിയോ ഉദ്ധവരോട്? ഈ കാര്യം ഉണ്ടല്ലോ, നീ ചോദിച്ച ചോദ്യം പണ്ട് ശരശയ്യയിൽ ഭീഷ്മർ കിടക്കുമ്പോൾ ധർമ്മപുത്രർ ചോദിച്ചു. അതുകൊണ്ട് അന്ന് ഞാനുണ്ടായിരുന്നു കൂടെ, ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് അന്ന് ഭീഷ്മർ എന്താണ് പറഞ്ഞോർത്തെ, അതുപോലെ ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അത് ഉദ്ധരിക്കുക ചെയ്തേ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മനസ്സിൽ ഭീഷ്മർക്കുണ്ടായിരുന്ന സ്ഥാനവും ഭീഷ്മരുടെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ആ ശ്ലോകം ഒന്ന് വേണമെങ്കിൽ വേഗം വായിക്കാം. 11ാമത്തെ സ്കന്ധത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത് വൈരാഗ്യ വിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. വൈരാഗ്യ വിജ്ഞാനയുതമായിട്ടുള്ള ആ വിശുദ്ധമായിട്ടുള്ള വിപുലമായിട്ടുള്ള ജ്ഞാനത്തിനെ, ഭക്തിയോഗത്തിനെയും എനിക്ക് ഉപദേശിച്ചു തരൂ എന്നാണ് ഉദ്ധവര് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഭഗവാൻ ഉടനെ പറഞ്ഞു: ഇത്തമേതത് പുരാ രാജാഭീഷ്മം ധർമ്മഭൃതം വരം അജാതശത്രു പപ്രച്ഛ സർവേഷാം നോനു ശൃണ്യതാം. ഇത്തം ഏതത്, ഈ പറഞ്ഞ കാര്യം പുരാ, പണ്ട് രാജ ഈ ധർമ്മപുത്രർക്ക് ധർമ്മപുത്രരുടെ ഭീഷ്മം ധർമ്മഭൃതാം വരം അവിടെ തന്നെ ഉപയോഗിച്ചു. ഈ ധർമ്മിഷ്ഠന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭീഷ്മരോട് പണ്ട് ചോദിച്ചു. അത് ചോദിച്ചു എന്ന് മാത്രമല്ല, എന്താണ്, ഞങ്ങളൊക്കെ ഇത് കേട്ടതാണെന്ന് പറയുന്നുണ്ട്. സർവേഷാം നഹ അനുശൃണ്വതാം, അതിൽ ഞങ്ങളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് താനഹം തേ ഭിധാസ്യാമി, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദേവവ്രതമുഖാത് ശ്രുതാൻ, ആ ദേവവ്രതൻ്റെ മുഖത്ത് നിന്ന് അന്ന് ഞങ്ങൾ കേട്ടത് പറഞ്ഞു തരാം. ജ്ഞാന വൈരാഗ്യ വിജ്ഞാന ശ്രദ്ധ ഭക്തി ഉപബൃംഹിതാൻ എന്നാ പറഞ്ഞു. അന്ന് ധർമ്മപുത്രർക്ക് കൊടുത്ത ആ ഉപദേശം എന്തൊക്കെയാണ്? ജ്ഞാനം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രദ്ധ, ഭക്തി. ഇതെല്ലാം അന്തർലീനമായിട്ടുള്ള ആ ധർമ്മോപദേശം നിനക്ക് അതേപോലെ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭീഷ്മരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാനും സശ്രദ്ധരായിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന കാഴ്ച കാണാനും സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ ജ്ഞാനോത്സവത്തിൽ നിങ്ങളെന്നും ഉണ്ടാവുക. ഈ ജ്ഞാനോത്സവത്തിൽ നിന്നും ഇവിടുത്തെ മഹാന്മാരായ പ്രവക്താക്കളുടെ ആ മുഖത്തു നിന്നും വരുന്ന പ്രസാദ വൈഖരി ആസ്വദിച്ചും അനുഭവിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഓജസ്സും മനസ്സിന് തേജസ്സും ജീവിതത്തിന് ശ്രേയസ്സും എന്നും സർവേശ്വരൻ
ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. അജ്ഞാനാദ് വിസ്മൃതിർഭ്രാന്ത്യ യന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി. പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി. ഹരി ഓം തത്സത്.